ഈ സാധനം നല്ല ന്യൂട്രീഷ്യസ് ആയ ഫുഡാണ്. പക്ഷേ എനിക്ക് ഈ സാധനം കഴിക്കാനേ പറ്റില്ല. കഴിച്ചാൽ ഉടനെ ബ്ലോട്ടിംഗ്, ഡൈജഷൻ ഇഷ്യൂ, ഗ്യാസ് ഫോർമേഷൻ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. എന്നാൽ ഇതേ നേന്ത്രപ്പഴം തന്നെ ഞാൻ പുഴുങ്ങി കഴിച്ചാൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല, ഡൈജഷൻ ഇഷ്യൂ ഇല്ല. സോ ഇതിന്റെ റീസൺ എന്താണ്? ഈ നേന്ത്രപ്പഴത്തിൽ ഡെൻസ് സ്റ്റാർച്ച് ആയ ഗ്രാനൂൾസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് സ്റ്റാർച്ചും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല എന്ന് മാത്രമല്ല, ഷുഗറായിട്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആയിട്ട് ഈ രണ്ട് കാര്യങ്ങളും കൺവേർട്ട് ആകുകയും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാർച്ച് നമ്മുടെ വയറിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ വയറിനുള്ളിൽ ഒരു ഫെർമെന്റേഷൻ നടക്കുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് ബ്ലോട്ടിംഗ്, അതുപോലെ ഗ്യാസ് ഫോർമേഷൻ, ഹെവിനെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഇത് പുഴുങ്ങി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചൂടാക്കുമ്പോൾ ഇതിലെ സ്റ്റാർച്ച് ഗ്രാനുൾസിനെയും അതുപോലെ സെൽ വോൾസിനെയൊക്കെ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതിനാൽ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്നു. നിങ്ങളുടെ ഡൈജസ്റ്റീവ് എൻസൈംസിന് ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. സോ ലെസ് കോസ് ഓഫ് ഗ്യാസ് ഓർ ഡിസ്കംഫർട്ട്. ചില ആളുകളുടെ ബോഡിക്ക് ഫ്രക്ടോസ് അബ്സോർപ്ഷൻ ചെയ്യാനുള്ള കഴിവില്ല. ഇതിനെ ഫ്രക്ടോസ് മാൽ അബ്സോർപ്ഷൻ എന്ന് പറയും. എന്നാൽ നേന്ത്രപ്പഴം പുഴുങ്ങി കഴിക്കുമ്പോൾ ഇതിലെ ഫ്രക്ടോസ് ലോഡ് കുറയുകയും നിങ്ങളുടെ ഗട്ടിന് ഇത് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാനും ഉള്ള പരുവത്തിലാക്കുന്നു. വെറും വെയിറ്റിൽ നേന്ത്രപ്പഴം അതുപോലെ കഴിക്കരുത്. ഒന്നുകിൽ പുഴുങ്ങി കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കുറച്ച് പോർഷൻ മാത്രം കഴിക്കുക. നല്ലപോലെ ചവച്ചരച്ചതിന് ശേഷം മാത്രം ഏത്തപ്പഴം കഴിക്കാൻ ശ്രമിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് ഏത്തപ്പഴം അതുപോലെ കഴിക്കാതിരിക്കുക.